കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3ാം സീസൺ പടിവാതിക്കൽ എത്തി നിൽക്കെ ക്രിക്കറ്റ് പ്രേമികളെയും ആരാധകരെയും ഒരേപോലെ അത്ഭുതപ്പെടുത്തിയ വാർത്തകളാണ് ഫ്രാഞ്ചൈസികളുടെ ഭാഗത്തുനിന്നും പുറത്തുവരുന്നത്. ലേലത്തിന് മുന്നോടിയായി ടീമുകൾ നിലനിർത്തിയ കളിക്കാരുടെ ഔദ്യോഗിക പട്ടിക പുറത്തുവിട്ടപ്പോൾ ഇന്ത്യയുടെ T20 ലോകകപ്പ് ഹീറോയും മലയാളികളുടെ പ്രിയപ്പെട്ട താരവുമായ സഞ്ജുവിനെ നിലവിലെ ചാമ്പ്യന്മാരായ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് റിലീസ് ചെയ്തുവെന്ന വിവരമാണ് ഏറ്റവും ശ്രദ്ധേയമായത്. KCLലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറും താരമൂല്യമുള്ള കളിക്കാരനുമായ സഞ്ജുവിനെ ഒരു ഫ്രാഞ്ചൈസിയും ലേലത്തിന് മുൻപ് സ്വന്തമാക്കാൻ താല്പര്യം കാണിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ്. ദേശീയ ടീമിലെ സജീവ സാന്നിധ്യമായ സഞ്ജുവിന്റെ ലഭ്യതയെക്കുറിച്ചുള്ള ആശങ്കകളാണോ അതോ ലീഗിലെ കടുത്ത സാമ്പത്തിക പരിധികളാണോ ഈ തീരുമാനത്തിന് പിന്നിലെന്ന് വ്യക്തമാകുന്ന ചില കാരണങ്ങൾ പരിശോധിക്കാം. സഞ്ജുവിനെ നിലനിർത്താത്ത സാഹചര്യത്തിൽ അദ്ദേഹം ഇനി KCLൽ ഉണ്ടാകുമോ എന്ന ആശങ്ക ആരാധകർക്കിടയിൽ ശക്തമാണ്. ഡൽഹി പ്രീമിയർ ലീഗിൽ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷഭ് പന്തിനെ പുരാനി ദില്ലി 6 ടീം ഒഴിവാക്കിയതിന് സമാനമായ ഒരു അവസ്ഥയാണിത്. അന്ന് അന്താരാഷ്ട്ര മത്സരങ്ങളുടെ അമിത തിരക്ക് കാരണം പന്തിന് ലീഗിൽ പൂർണ്ണമായി പങ്കെടുക്കാൻ കഴിയുമായിരുന്നില്ല. സമാനമായ ഒരു അനിശ്ചിതത്വം സഞ്ജുവിന്റെ കാര്യത്തിലും ടീമുകൾ ചിന്തിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഇത്തവണത്തെ KCL 3ാം സീസൺ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെയാണ് നടക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത്. ഈ പ്രത്യേക വിൻഡോയിൽ ഇന്ത്യൻ ദേശീയ ടീമിന് അന്താരാഷ്ട്ര T20 മത്സരങ്ങളൊന്നും നിശ്ചയിച്ചിട്ടില്ല. നിലവിൽ ഇന്ത്യയുടെ ഏകദിന ടെസ്റ്റ് ടീമുകളിൽ സ്ഥിര സാന്നിധ്യമല്ലാത്തതും T20 ഫോർമാറ്റിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുമായ സഞ്ജുവിന് ഈ സമയത്ത് കേരള ക്രിക്കറ്റ് ലീഗിൽ കളിക്കാൻ യാതൊരുവിധ സാങ്കേതിക തടസ്സങ്ങളുമില്ല. അതുകൊണ്ട് തന്നെ ലഭ്യതയേക്കാൾ ഉപരിയായി സാമ്പത്തിക തന്ത്രങ്ങളാണ് ഈ ഒഴിവാക്കലിന് പിന്നിലെന്നാണ് ക്രിക്കറ്റ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. സഞ്ജുവിനെ പോലൊരു ലോകോത്തര കളിക്കാരനെ ഒഴിവാക്കാൻ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ പ്രേരിപ്പിച്ചത് ലീഗിലെ കർശനമായ ബഡ്ജറ്റ് നിയന്ത്രണങ്ങളാണ്. കഴിഞ്ഞ സീസണിൽ കൊച്ചി ടീം സഞ്ജുവിനെ സ്വന്തമാക്കിയത് 26.80 ലക്ഷം രൂപയ്ക്കാണ്. KCL നിയമപ്രകാരം ഒരു ഫ്രാഞ്ചൈസിക്ക് ലേലത്തിൽ ആകെ ഉപയോഗിക്കാൻ അനുവദിച്ചിട്ടുള്ള തുക 50 ലക്ഷം രൂപ മാത്രമാണ്. അതായത് ബഡ്ജറ്റിന്റെ 50%-ലധികം തുക ഒരൊറ്റ കളിക്കാരന് വേണ്ടി മാത്രം മാറ്റിവെക്കേണ്ടി വരുന്നു. സഞ്ജുവിനെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള 23.20 ലക്ഷം രൂപ കൊണ്ട് വേണം ടീമിലെ മറ്റ് 15-ലധികം കളിക്കാരെ ലേലത്തിൽ നിന്നും പിടിക്കാൻ. ഇത് ടീമിന്റെ മൊത്തത്തിലുള്ള കരുത്തിനെ ബാധിക്കുകയും മികച്ച ഓൾറൗണ്ടർമാരെയും ബൗളർമാരെയും സ്വന്തമാക്കുന്നതിൽ നിന്ന് കൊച്ചിയെ തടയുകയും ചെയ്യും. സഞ്ജുവിനെ റിലീസ് ചെയ്തതിലൂടെ കൊച്ചി ടീമിന് തങ്ങളുടെ ബഡ്ജറ്റിലേക്ക് വലിയൊരു തുക തിരികെ ലഭിച്ചു. ഈ തുക ഉപയോഗിച്ച് ലേലത്തിൽ ഒരു പുത്തൻ കോർ ടീമിനെ വാർത്തെടുക്കാനും ടീമിനെ പൂർണ്ണമായി പുനഃസംഘടിപ്പിക്കാനുമാണ് ഫ്രാഞ്ചൈസിയുടെ ലക്ഷ്യം. സഞ്ജുവിനെ കൂടാതെ കേരളത്തിന്റെ മുൻ ക്യാപ്റ്റനും പരിചയസമ്പന്നനുമായ സച്ചിൻ ബേബിയെയും ടീമുകൾ ഇത്തവണ നിലനിർത്തിയിട്ടില്ല എന്നതും ഈ ബഡ്ജറ്റ് തന്ത്രത്തിന്റെ ഭാഗമാണ്. ലീഗിലെ പ്രീമിയർ ഓൾറൗണ്ടർമാരിൽ ഒരാളായ അഖിൽ കറിയെയും അവർ റിലീസ് ചെയ്തില്ല. കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ഒഴിവാക്കിയതുകൊണ്ട് സഞ്ജുവിന്റെ KCL കരിയർ അവസാനിച്ചുവെന്നും അർത്ഥമില്ല. വരാനിരിക്കുന്ന 3ാം സീസണിൽ കളിക്കാൻ സഞ്ജു സന്നദ്ധ പ്രകടിപ്പിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ലേലത്തിൽ തന്റെ പേര് രജിസ്റ്റർ ചെയ്യാം. അങ്ങനെ സംഭവിച്ചാൽ വരാനിരിക്കുന്ന KCL ലേലത്തിലെ ഏറ്റവും വലിയ ആകർഷണവും തരംഗവും സഞ്ജു തന്നെയായിരിക്കും. IPLൽ രാജസ്ഥാൻ റോയൽസിനെ നയിച്ച പരിചയവും അന്താരാഷ്ട്ര തലത്തിൽ വലിയ പരിചയസമ്പത്തുള്ള ഒരു ക്യാപ്റ്റനെയും വിക്കറ്റ് കീപ്പർ ബാറ്ററെയും ടീമിലെത്തിക്കാൻ ലീഗിലെ 6 ഫ്രാഞ്ചൈസികളും കടുത്ത മത്സരം തന്നെ കാഴ്ചവെക്കും. കൊച്ചി ടീം തന്നെ കുറഞ്ഞ തുകയ്ക്ക് സഞ്ജുവിനെ ലേലത്തിലൂടെ തിരികെ പിടിക്കാൻ ശ്രമിച്ചേക്കാം. എന്നാൽ മറ്റ് ടീമുകളും സഞ്ജുവിനായി തുക ഉയർത്താൻ സാധ്യതയുള്ളതിനാൽ KCL ചരിത്രത്തിലെ ഏറ്റവും വലിയ ലേലയുദ്ധത്തിനാകും വരും ദിവസങ്ങളിൽ കേരള ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. കേരള ക്രിക്കറ്റ് ലീഗ് 3ാം സീസണിലേക്ക് കടക്കുമ്പോൾ ഫ്രാഞ്ചൈസികൾ കൂടുതൽ പ്രൊഫഷണലായും തന്ത്രപരമായും ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ തെളിവാണ് സഞ്ജു സാംസണിൻ്റെ റിലീസിംഗ്. ഒരൊറ്റ കളിക്കാരനിൽ മാത്രം പണം നിക്ഷേപിക്കാതെ ടീമിൻ്റെ സന്തുലിതാവസ്ഥയ്ക്ക് പ്രാധാന്യം നൽകാനാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ശ്രമിക്കുന്നത്. എങ്കിലും സഞ്ജു ലേലത്തിലേക്ക് വരികയാണെങ്കിൽ അത് ടൂർണമെൻറ്റിൻ്റെ ആവേശം ഇരട്ടിയാക്കും. ബഡ്ജറ്റ് പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഏത് ടീമായിരിക്കും സഞ്ജുവിനെ സ്വന്തമാക്കുകയെന്നും കൊച്ചിയുടെ ഈ പരീക്ഷണം വിജയിക്കുമോ എന്നും അറിയാൻ ലീഗ് ആരംഭിക്കുന്നതുവരെ ആരാധകർ കാത്തിരിക്കേണ്ടി വരും.